Welcome to everybody. Reporter speech part 3. 2 ദിവസമായിട്ട് നാം പ്രത്യക്ഷ ഭാഷണവും അതാണ് ഡയറക്റ്റ് സ്പീച്ച്, പരോക്ഷ ഭാഷണവും അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു മലയാളം വേർഷൻ അങ്ങ് തലയിൽ കയറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് പ്രത്യക്ഷമായി പറയുന്നത്. പ്രത്യക്ഷ ഭാഷണം, ഇൻഡയറക്റ്റ് പരോക്ഷ ഭാഷണം. അപ്പൊ ഇതിന് മനോഹരമായ പേര് ഇംഗ്ലീഷിലുണ്ട്, അതാണ് റിപ്പോർട്ടർ സ്പീച്ച്. ഇപ്പൊ റിപ്പോർട്ടർ സ്പീച്ച് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസ്താവനകളാണ്. പ്രസ്താവനകൾ ചെയ്യുമ്പോൾ ഒബ്സേർവ് ചെയ്യേണ്ട, നാം പരിപാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. സോ റൂൾസ്. പ്രൊനൗൺ ചേഞ്ചസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദർ മേ ബി 4 ടൈപ്സ് ഓഫ് ചേഞ്ചസ്. 4 തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. പേഴ്സൺ, ദാറ്റ് ഈസ് പ്രൊനൗൺ. പ്ലേസ്, സ്ഥലം. ടൈം, സമയം. ടെൻസ്, കാലരൂപം. അപ്പം വ്യക്തിരൂപത്തിനും സമയത്തിനും സ്ഥലത്തിനും കാലത്തിനും മാറ്റമുണ്ട്. അപ്പം വ്യക്തികളുടെ മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എല്ലാവർക്കും മാറ്റം വരുന്നില്ല. അപ്പം ഈ വാക്കെടുത്താൽ നമുക്ക് കിട്ടും എന്താ ചെയ്യേണ്ടതെന്ന്. പ്രൊനൗൺ ചേഞ്ചസ് ഫസ്റ്റ് പേഴ്സൺ അവിടെ പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നവര് ആദ്യമേ കണ്ടുവെക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സൺസ്. 3 types of persons. 3. First person, second person, third person. First person, speaking person. One who speaks is the first person. ആര് സംസാരിക്കുന്നുവോ അയാളാണ്, അല്ലെങ്കിൽ അവരാണ്, അവനാണ്, അല്ലെങ്കിൽ അവളാണ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്ന വ്യക്തി ഫസ്റ്റ് പേഴ്സൺ, കേൾക്കുന്ന വ്യക്തി സെക്കൻഡ് പേഴ്സൺ. ആരെപ്പറ്റി സംസാരിക്കപ്പെടുന്നുവോ അത് തേർഡ് പേഴ്സൺ. പറയുന്ന ആള് ഫസ്റ്റ് പേഴ്സൺ, അയാൾക്കാണ് പ്രാധാന്യം. കേൾക്കുന്ന ആള് സെക്കൻഡ് പേഴ്സൺ, അയാളാണ് കേൾക്കുന്നത്. പറയുന്ന ആള് കേൾക്കുന്ന ആളെ യു എന്നാണ് വിളിക്കുന്നത്. ആരെപ്പറ്റി പറയുന്നുവോ അയാൾ നമ്മുടെ അരികിൽ ഉണ്ടാവില്ല, ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ യു എന്നല്ലേ വിളിക്കുക. ഇല്ലാത്തത് കൊണ്ടാണ് ഹി, അദ്ദേഹം, അവൻ, അവൾ എന്നൊക്കെ പറയുന്നത്. അപ്പോഴ് how many persons? 3. Who are they? The first person. Who are the first persons? I and we. First person എന്ന് പറയുമ്പോൾ ഐയും വിയും, ഞാൻ, ഞാനും മറ്റൊരു ഞാനും കൂടിയാൽ നമ്മളായി. ഇനിയൊരു ഞാനും കൂടിയാൽ നമ്മൾ തന്നെ, ഇനിയും ഞാൻ കൂടിയാൽ നമ്മൾ തന്നെ. അത് ഒരാൾ പറയുമ്പോൾ ആയി, രണ്ടാൾ പറയുമ്പോൾ വി. 2ന് 200 ആയാലും വി, 2000 ആയാലും വി, 2 ലക്ഷമോ 2 കോടിയോ ആയാലും വി. അതിന്റെ പുറത്തേക്ക് മാറ്റമില്ല. സോ ഹു ആർ ദ ഫസ്റ്റ് പേഴ്സൺസ്? ഐ ആൻഡ് വി. ഈ 2 പ്രൊനൗൺ ആണ് ഫസ്റ്റ് പേഴ്സൺസ്. ഇത് മാറുന്നു. ആളുടെ പേര് മാറ്റി നൗണ് മാറ്റിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? പ്രൊനൗൺ ആവുന്നത്. നൗണ് മാറ്റിയിട്ടാണ്, നാമം മാറ്റിയിട്ടാണ് പ്രൊനൗൺ ആക്കുന്നത്, സർവനാമാക്കുന്നത്. ആ സർവനാമത്തിൽ വരുന്ന മാറ്റമാണ് ഇവിടെ പ്രധാനപ്പെട്ട മാറ്റം. എന്താ മാറ്റം? ഇപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചു ഐ ആം എ സ്റ്റുഡന്റ്. ഇതൊരാൾ പറയാ, ഒരു കുട്ടി പറയാണ്, കുട്ടിക്ക് നല്ല വലിപ്പമൊക്കെ ഉണ്ട്, കണ്ടാൽ തോന്നും വിദ്യാഭ്യാസത്തിന്റെ കാലം കഴിഞ്ഞു എന്ന്. അല്ല, കുട്ടി പറയാണ്, അല്ല ഞാൻ ജോലി ചെയ്യുന്ന ആളല്ല, ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഐ ആം എ സ്റ്റുഡൻറ്. അപ്പം നമ്മൾ പറയാണ്, അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ അവൻ പറഞ്ഞു അവനൊരു വിദ്യാർത്ഥിയാണെന്ന്. ഇത് പറഞ്ഞത് റഹീമോ രോഹനോ രത്തനോ രാജേഷോ ആരോ ആട്ടെ, അല്ലെങ്കിൽ ശീതളോ സ്നേഹയോ ആരോ ആട്ടെ. അപ്പോഴ്
രോഹിത് സെഡ്. എന്താ രോഹിത് പറഞ്ഞത്? ഐ എം എ സ്റ്റുഡൻറ്. ഞാൻ സ്കൂളിൽ അല്ലെങ്കിൽ ഞാൻ ഈ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഐ ആം എ സ്റ്റുഡൻറ്. അപ്പം ഇന്നലെ നമ്മൾ പഠിച്ചു 2 ക്ലോസുകളാണ്. രോഹിത് സെഡ് എന്നൊരു ക്ലോസും ഐ ആം എ സ്റ്റുഡൻറ് എന്ന മറ്റൊരു ക്ലോസും. അതിൽ രോഹിത്തിനെ തന്നെ സംബോധന ചെയ്താണ് ഐ. രോഹിത്തിനെ തന്നെ വിളിച്ചതാണ് ഐ. അപ്പോഴെന്താ രോഹിത് പറഞ്ഞത്? വാട്ട് ഡിഡ് രോഹിത് സേ? രോഹിത് സെഡ് ദാറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നു, രോഹിത് സെഡ്. കൺജക്ഷൻ നോർമൽ പഠിച്ചത് ലിങ്ക് വേർഡ് ദാറ്റ്. ഐ എന്നെഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹി. പെൺകുട്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നു? ഷീ. ഇവിടെ രോഹിത്താണ് പറഞ്ഞത് കൊണ്ട് ഹി. ആമിന് പ്രസന്റ് ആണ്. അതിന്റെ ഭാഷ എന്താണ്? വാസ് എ സ്റ്റുഡന്റ്. കണ്ടോ? ഹി വാസ് എ സ്റ്റുഡന്റ്. ഇപ്പൊ നമ്മളിവിടെ ടെൻസ് അല്ല, നമ്മളിവിടെ ആളാണ് നോക്കുന്നത്. രോഹിത് പറഞ്ഞ ഐ ആം എ സ്റ്റുഡന്റ് എന്നാണ്. നാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ഈസ് എ സ്റ്റുഡന്റ് എന്ന് മലയാളം അറിയുന്നവർ ചിന്തിച്ചു പോകും. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറ്റില്ല. സെഡിനോടുകൂടി രോഹിത് സെഡ് എന്നതിനോടുകൂടിയാണ് ദാറ്റ് കൂട്ടിച്ചേർക്കുന്നത്. രോഹിത് സെഡ് ദാറ്റ് ഹി വാസ് എ സ്റ്റുഡന്റ് എന്ന് വരുന്നു. അപ്പോഴെന്താണ് ഐ, ഞാൻ എന്ന പദം ടു ഹി ആയല്ലോ. അത് സ്ത്രീ ആണെങ്കിൽ ഷി ആയല്ലോ. ടു എന്ന ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ ഹി ആയിട്ടോ ഷീ ആയിട്ടോ അവനായിട്ടോ അവളായിട്ടോ മാറുന്നു. അല്ലെങ്കിൽ അദ്ദേഹമായിട്ടോ അവർ എന്ന ഏകവചന സ്ത്രീരൂപമായിട്ടോ മാറുന്നു. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ചേഞ്ച്? ഐ ബിക്കംസ് ഹി ഓർ ഷീ. രണ്ടിലേതെങ്കിലും സംസാരിക്കുന്ന ആണാണെങ്കിൽ ഹി, സംസാരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഷീ. അതുകൊണ്ട് ഐ ബിക്കംസ് ഹി ഓർ ഷീ. മൈ, എൻ്റെ, ഹിസ്, ഹർ, അവൻ്റെ, അവളുടെ. മീ, എനിക്ക്, ഹിം, ഹർ, അവന്, അവൾക്ക്. മൈസെൽഫ്, ഞാൻ സ്വയം, ഹിംസെൽഫ് ഓർ ഹിർസെൽഫ്, അവൻ സ്വയം അല്ലെങ്കിൽ അവൾ സ്വയം. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ ഐക്ക് സംഭവിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഐക്ക് സംഭവിക്കുന്നത്. സോ ഐ ഈസ് എ പ്രൊനൗൺ. ദാറ്റ് പ്രൊനൗൺ ചേഞ്ചസ് ഫ്രം, ഇനി നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് പേഴ്സൺ എന്തിലേക്ക് പോയി? തേർഡ് പേഴ്സണിലേക്ക്. കണ്ടോ? ഇതാണ് നിയമാവലി. ഫസ്റ്റ് പേഴ്സൺ എന്തായി മാറുന്നു? തേർഡ് പേഴ്സണിലേക്കാണ് പോണത്. ഫസ്റ്റ് പേഴ്സൺ ഈ രോഹിത്തിനെ കുറിച്ച് ഐ എന്ന് പറഞ്ഞു, നമ്മളത് മാറ്റിയിട്ട് ഹി എന്നാക്കി മാറ്റി. ഹി. അപ്പൊ ഹി തേർഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സൺ മാഷ് പറഞ്ഞു യു ആണ്. തേർഡ് പേഴ്സൺ പറഞ്ഞു ആരാണ്? ഹി, ഷീ, ദേ. ഹി, ഷീ, ദേ. ഫസ്റ്റ് പേഴ്സൺ ആരൊക്കെയാണ്? ഐ, വി. ഐ, വി. സെക്കൻഡ് പേഴ്സൺ ആരാണ്? യു. ഏകവചനവും ബഹുവചനവും യു. ഏകവചനവും യു, ബഹുവചനവും യു തന്നെ. അതിന് ഏകവചന ബഹുവചന രൂപത്തിൽ ഒരേ ഒരു പദം യു മാത്രം. തേർഡ് പേഴ്സൺ ആരൊക്കെയാണ്? ഹി, ഷീ, ദേ. അപ്പോഴേ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ആയി മാറാൻ പോകുന്നത് തേർഡ് പേഴ്സണിലേക്കാണ്. സോ വിതൗട്ട് നോയിങ് ദ പേഴ്സൺസ് വി കാൻറ്റ് ചേഞ്ച് ഇറ്റ്. വി കാൻറ്റ് ട്രാൻസ്ഫോം ദ സ്പീച്ച് ഇൻ ടു ഇൻഡയറക്റ്റ്. ഈ പേഴ്സൺസിനെ അറിയാതെ നമുക്ക് ഫസ്റ്റ് പേഴ്സണെയും സെക്കൻഡ് പേഴ്സണെയും തേർഡ് പേഴ്സണെയും തിരിച്ചറിയാതെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ ഹി ആയിട്ടും ഷീ ആയിട്ടും മാറി. മൈ എന്ന ഫസ്റ്റ് പേഴ്സന്റെ പൊസസീവ് രൂപം ഉഡേ ഇന്റെ രൂപം. അതാണ് അവന്റെ, അവളുടെ. ഉഡേ ഇന്റെ, അതാണ് പൊസസീവ് രൂപം. അത് ഫസ്റ്റ് പേഴ്സന്റെ മൈ എന്നാണ്. എന്തായി മാറി? ഹിക്ക് പകരം ഹിസ് എന്നും ഹെർ എന്നുമായി. മീ, എനിക്ക് എന്നുള്ള ഒബ്ജക്റ്റ് രൂപം, എന്നെ എന്നുള്ള ഒബ്ജക്റ്റീവ് രൂപം, അതെന്തായി മാറി? ഹിം എന്നും ഹെർ എന്നുമായി. അവന്, അവൾക്ക് എന്നായി മാറി. മൈ സെൽഫ് എന്നല്ല സെൽഫ് ഫോം. ആ സെൽഫ് ഫോം എന്തായി മാറി? ഹിംസെൽഫ് എന്നും ഹിർസെൽഫ് എന്നും മാറി. ഹിംസെൽഫ് അല്ലെങ്കിൽ ഹിർസെൽഫ് എന്നായിട്ട് മാറി. അവൻ സ്വയമെന്നും അവൾ സ്വയമെന്നും. ഇനി വി നോക്കിക്കോളൂ, ബഹുവചനമാണ്, പ്ലൂറലാണ്. വി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്തായി മാറുന്നു? ദേ. വി becomes they. Our,
കണ്ട, അവർ, അവർ, നമ്മുടെ, ഞങ്ങളുടെ എന്തായി മാറുന്നു? their. us, നമുക്ക് എന്തായി മാറുന്നു? them, അവർക്ക്. അവർ സെൽസ്, കണ്ട, ബഹുവചനമാണ്. അവർ സെൽസ്, ഇവിടെ മൈ സെൽഫാണ്, ഇവിടെ അവർ സെൽസ് ആണ്. നാം സ്വയം, ഞങ്ങൾ സ്വയം എന്തായി മാറുന്നു? themselves, themselves. അത് അവർ സ്വയം എന്നായി മാറുന്നു. ഇപ്പോഴും നമ്മൾ കണ്ടത് ഫസ്റ്റ് പേഴ്സന്റെ ഏകവചനത്തിന്റെയും ബഹുവചനത്തിന്റെയും വ്യത്യാസമാണ്. ഫസ്റ്റ് പേഴ്സൺ ബിക്കംസ് തേർഡ് പേഴ്സൺ. അടുത്ത മാറ്റമാണ് pronoun change second person. We have already covered the change of first person. I to he or she, my to his or her, me to him or her, and myself to himself or herself. We to they, our to their, us to them, ourselves to themselves. ഇത്രയും നമ്മൾ കണ്ടുവച്ചു. ഇതേമാതിരി സെക്കൻഡ് പേഴ്സൺ രണ്ട് തരത്തിൽ നിർവചിക്കണം. സെക്കൻഡ് പേഴ്സൺ ഒരു വാക്കുള്ള യു, ഏകവചനത്തിൽ യു ആണ്, ബഹുവചനത്തിൽ യു ആണ്. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എഴുതണം. അതിന് ഈ ടേബിളിൽ നിന്ന് നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. യു, നീ, നിങ്ങളുടെ സമപ്രായക്കാരായ ഒരു കുട്ടിയോട് സങ്കല്പിക്കുക എന്ന് പറയാം. നിങ്ങളുടെ ഫ്രണ്ടിന് യു, നീ. അവനെ നമുക്ക് ഹി എന്നോ അവളെ നമുക്ക് ഷി എന്ന് വിളിക്കാം. അപ്പോൾ ഐ എന്തായി മാറിയോ അത് തന്നെയാണ് യു മാറുന്നത്. അതായത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും മാറിപ്പോകുന്നത് തേർഡ് പേഴ്സണിലേക്കാണ്. അപ്പം ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഫസ്റ്റ് പേഴ്സൺ ഉണ്ടാവും, സെക്കൻഡ് പേഴ്സൺ ഉണ്ടാവും, തേർഡ് പേഴ്സൺ ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും മാത്രമേ മാറ്റം വരുന്നുള്ളൂ. മാറിയാൽ തന്നെ ഹി എന്നോ ഷി എന്നാവുന്നു. പിന്നെ ഹി എന്നോ ഷി എന്നോ വന്നാൽ പിന്നെ മാറ്റേണ്ട കാര്യമില്ല. അപ്പം തേർഡ് പേഴ്സണെ മാറ്റാനില്ല. ഫസ്റ്റ് പേഴ്സണെയും സെക്കൻഡ് പേഴ്സണെയും മാത്രമേ മാറ്റിയെടുക്കാനുള്ളൂ. യു, നീ becomes he or she. അവൻ അല്ലെങ്കിൽ അവൾ. യുവർ, നിന്റെ. ഹിസ്, അവന്റെ. ഹർ, അവളുടെ. ഇത് പൊസീവ്. യു, ഇവിടെ നീ എന്നല്ല, നിങ്ങൾക്ക്. ഇറ്റ് ഈസ് ഫോർ യു. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കാണ്. ഇറ്റ് ഈസ് ടു യു. ഇത് നിനക്കാണ്. അതാണ് ഈ ഒബ്ജക്റ്റ് ആണ്. അതാണ് എഴുതിച്ചോ, ഒബ്ജക്റ്റീവാണ്. നോക്കൂ, യു, നിനക്ക്. ഒരാൾ പറയാണ് ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു. ഈ സമ്മാനം നിനക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്നു ഹി സെഡ് ദാറ്റ് ദ ഗിഫ്റ്റ് വാസ് ഫോർ ഹിം ഓർ ഫോർ ഹർ. കണ്ട, ഹിം എന്നോ ഹർ എന്നേ വരുള്ളൂ. അപ്പോഴ് യു ബിക്കംസ് ഹി ഓർ ഷീ, യുവർ ബിക്കംസ് ഹിസ് ഓർ ഹർ, യു ഒബ്ജക്റ്റ് ബിക്കം. ഇത് സബ്ജക്റ്റീവാണ്, ഇത് ഒബ്ജക്റ്റീവാണ്. ബിക്കംസ് ഹിം ഓർ ഹർ. രണ്ടാണെങ്കിലും ഈ ചെറിയൊരു വ്യതിയാനം വരുന്നു. പക്ഷെ ഈ ഷീലേക്ക് മാറുന്നുള്ളൂ. അവന്, അവൾക്ക്. പിന്നെ സെൽഫ് രൂപം. ഏകവചനത്തിന്റെ സെൽഫ് രൂപം, ബഹുവചനത്തിന്റെ സെൽഫ് രൂപം രണ്ടും വേറെ തന്നെയാണ്. യുവർ സെൽഫ്. ഒരാളോട്, ഒരു കുട്ടിയോട് നമ്മൾ പറയണ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറഞ്ഞു. യു ഡു ഇറ്റ് യുവർ സെൽഫ്. ഹി ടോൾഡ് ദ ബോയ് ടു ഡു ഹിംസെൽഫ്. അല്ലെങ്കിൽ ദ ടീച്ചർ told the student to do herself. കണ്ടോ, അവൻ സ്വയം ചെയ്യണമെന്ന് പറഞ്ഞു, അവൾ സ്വയം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാണ് യു ഏകവചനത്തിന്റെ സിംഗുലറിന്റെ മാറ്റങ്ങൾ. എന്തൊക്കെയാണ്? യു, നീ. ഹി എന്നോ ഷി എന്നോ, അതായത് അവനെന്നോ അവളെന്നോ ആയി മാറുന്നു. യുവർ, നിന്റെ. ഹിസ് എന്നോ ഹെർ എന്നോ, അവന്റെ എന്നോ അവളുടെ എന്നോ ആയി മാറുന്നു. യു, നിനക്ക്. ഒബ്ജക്റ്റീവാണ്. ഹിം എന്നോ ഹെർ എന്നോ അവന് അല്ലെങ്കിൽ അവൾക്ക് എന്ന് മാറുന്നു. യുവർ സെൽഫ്, നീ സ്വയം. അതായത് ഹിംസെൽഫ്, ഹിർസെൽഫ് എന്ന വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറുന്നു. അൺപൺ വ്യത്യാസം അനുസരിച്ച് അവൻ സ്വയം അവൾ സ്വയം എന്നായി മാറുന്നു.
അതിന് പകരമായിട്ട് അത് പ്ലൂറൽ ആണെങ്കിലോ ഐ നേരത്തെ വി ആയതുപോലെ ഇവിടെ യു പ്ലൂറലായി വരുന്നു. ഐ വി ആവുമ്പോൾ ബഹുവചനത്തിന് മാറ്റപദമുണ്ട്, പക്ഷെ ഇവിടെ മാറ്റപദമില്ല. ഏകവചനത്തിന് യു ആണ്, ബഹുവചനത്തിന് യു ആണ്. ഇതാണ് ചെറിയൊരു പേഴ്സൺ പ്രോബ്ലം, അതായത് മനസ്സിലാക്കിയെടുക്കാൻ തുടക്കക്കാർക്കുള്ള ചെറിയ പ്രോബ്ലം. അപ്പം യു ഇവിടെ നമ്മൾ പറഞ്ഞു എഴുതി വെച്ചു, ബഹുവചനമാണ് ഇവിടെ. നിങ്ങൾ എന്ന് പറയുന്നത് ബഹുവചനത്തിനെ സൂചിച്ച്. അങ്ങനെ വരുമ്പോൾ അപ്പൊ ടീച്ചർ പറയാണ് ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. അപ്പോൾ യു തന്നെ ഉപയോഗിച്ചു. ഒരു കുട്ടിയോട് പറഞ്ഞു യു സ്റ്റാൻഡ് അപ്പ്. അപ്പോൾ യു ഉപയോഗിച്ചത് ദ ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ് ടു സ്റ്റാൻഡ് അപ്പ്. അപ്പൊ എന്താണ്? ദ ടീച്ചർ ടോൾഡ് ദം. കണ്ടാ, ദമ്മ വരിക, ഇവിടെ എത്തും യു എന്ന്. യു കം ഹിയർ, അത് ടോൾഡ് ദം. ആ ദേ എന്ന വാക്കിലേക്ക് വരുന്നു. സെഡിന് പകരം കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് ദേ ആയിട്ട് മാറുന്നു. നമുക്ക് പ്രസ്താവന എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. യു നിങ്ങൾ, ബഹുവചനം ദേ അവർ എന്നായി മാറുന്നു. യുവർ നിങ്ങളുടെ, ബഹുവചനം ദെയർ അവരുടെ എന്നായി മാറുന്നു. യു നിങ്ങൾക്ക് എന്ന ബഹുവചനം യു നിങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു പാക്കറ്റ് സ്വീറ്റ്സ്, ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, അവര് 100 സ്വീറ്റ്സുള്ള പാക്കറ്റ് ടീസ് ഓ യു. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക്. ഒരു കുട്ടിക്ക് ഇത് നിനക്ക്, ഒറ്റ കുട്ടിക്കാണ് കൊടുക്കുന്നത് ബർത്ത്ഡേക്ക്. ഇറ്റ് ഈസ് ഫോർ യു, അപ്പോഴും നിനക്ക്. 50 കുട്ടികളുണ്ട്, ഇറ്റ് ഈസ് ഫോർ യു, അപ്പോഴും നിങ്ങൾക്ക്. അപ്പൊ യു നിനക്കെന്ന് വരാം, യു നിങ്ങൾക്കെന്ന് വരാം. സന്ദർഭം നോക്കിയിട്ട് ഹിമെന്നോ ഹെറെന്നോ ദമെന്നോ ആക്കി മാറ്റും. അതിന് ബാക്കി വാക്കുകൾ കണ്ടാൽ അറിയാം. അപ്പോഴ് പ്ലൂറലിന്റെ കാര്യം പറയുന്നു. യു നിങ്ങൾ ബഹുവചനമാണ്, അത് എന്തായി മാറുന്നു? ദേ അവർ എന്നായി മാറുന്നു. യുവർ നിങ്ങളുടെ എന്ന ആ രൂപം ദെയർ അവരുടെ എന്നായി മാറുന്നു. യു നിങ്ങൾക്ക് എന്നുള്ള ബഹുവചന രൂപം ഒബ്ജക്റ്റീവ്, ദം അവർക്ക് എന്ന ബഹുവചന രൂപമായി മാറുന്നു. യുവർ സെൽഫ് അല്ല, കണ്ടോളൂ, യുവർ സെൽസ്. സെൽസ് അതായത് എഫ് വി ആയി മാറുന്ന ആ കണ്ടീഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ലീഫ് ലീവ്സ് ആയി മാറും പോലെ, നൈഫ് നൈഫ്സ് ആയി മാറും പോലെ, വൈഫ് വൈഫ്സ് ആയി മാറും പോലെ, സെൽഫ് സെൽസ് ആയി മാറുന്നു. അതാണ് എഫും വിയും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, അല്ലെങ്കിൽ സാമ്യം, വ്യത്യാസമല്ല സാമ്യം. യുവർ സെൽസ് നിങ്ങൾ സ്വയം. ഇപ്പൊ ടീച്ചർ പറയുന്നത് യു ഡു ദ പ്രൊജക്ട് യുവർ സെൽസ്. ഒരു 5 കുട്ടിയെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് സ്വയം ചെയ്യണം. ദ ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ് ടു ഡു themselves. കണ്ട, themselves. ഇതാണ് മാറ്റങ്ങൾ. ഒന്നുകൂടി പറഞ്ഞു നിർത്താണ്. സിംഗുലർ വരുന്നു. യു നീ, ഹി ഓർ ഷീ ആയി മാറുന്നു. യു ആർ ഹിസ് ഓർ ഹെർ ആയി മാറുന്നു. യു നിനക്ക് ഹിം ഓർ ഹെർ ആയി മാറുന്നു. യുവർ സെൽഫ് നീ സ്വയം, ഹിംസെൽഫ് ആയി ഹെർ സെൽഫ് ആയി മാറുന്നു. അത് പ്ലൂറൽ ആണെങ്കിൽ, യു പ്ലൂറൽ ആണെങ്കിൽ യു നിങ്ങൾ ദേ ആയി മാറുന്നു. യുവർ നിങ്ങളുടെ ദേറായി മാറുന്നു. യു നിങ്ങൾക്ക് ദമ്മായി മാറുന്നു. യുവർ സെൽസ് ദംസെൽസ് ആയി മാറുന്നു. ഇത് മാത്രം പറയാൻ കാരണം നാളെ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എക്സസൈസ് ആണ്. ആ എക്സസൈസിലേക്കുള്ള കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പ്രസന്റ് ചേഞ്ച്, പ്ലേസ് ചേഞ്ച്, പ്ലേസ് ചേഞ്ച്. അതിനി നാളെ ഈ മറുഭാഗങ്ങൾ കൂടി, അതായത് പ്ലേസ് മാറുന്നത്, അതുപോലെ തന്നെ ടൈം മാറുന്ന, ടെൻസ് മാറുന്നത്, അത് എത്രത്തോളം ഉള്ളൂ എല്ലാം കൂടി ചേർന്നിട്ട് ഇത് വളരെ നന്നായിട്ട് പഠിച്ചു വെക്കുക. യെസ്, ലെറ്റ് us continue it tomorrow.